തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ ജഡ്ജി ചമഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. കണ്ണൂർ ചിറക്കൽ കവിതാലയത്തിൽ ജിഗേഷ് കെ.എം, മാന്നാർ ഇരുമന്തൂർ വടക്കേതിൽ സുമേഷ് എന്നിവരാണ് പിടിയിലായത്. വെഞ്ഞാറമൂട് പോലീസ് ഇൻസ്പെക്ടർ ആസാദ് അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആലപ്പുഴയിൽ നിന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വെഞ്ഞാറമൂട് കേരള ബാങ്കിൽ കുടിശ്ശികയുള്ള 10 ലക്ഷം രൂപയുടെ ലോൺ ക്ലോസ് ചെയ്ത പ്രമാണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ദമ്പതിമാരിൽ നിന്ന് 6 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് പ്രതികളെ പിടികൂടിയത്. കണ്ണൂർ ചിറക്കൽ കവിതാലയത്തിൽ ജിഗേഷ് കെ.എം, മാന്നാർ ഇരുമന്തൂർ വടക്കേതിൽ സുമേഷ് എന്നിവരാണ് പിടിയിലായത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പരാതിക്കാരിയായ യുവതിയുടെ ഭർത്താവ് ഒമാനിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. കേരള ബാങ്കിൽ നിന്നും വീടിന് ജപ്തി നോട്ടീസ് വന്നതറിഞ്ഞ കൂടെ ജോലി ചെയ്യുന്ന മൂവാറ്റുപുഴ പൈങ്ങോട്ടുകര സ്വദേശി ഷിജു പരിചയപ്പെടുത്തിയതനുസരിച്ചാണ് 2022 ജൂൺ 16 പ്രതികൾ വെമ്പായത്തുള്ള ഹോട്ടലിന് മുന്നിലെത്തിയത്. ഹോട്ടലിൽ എത്തുന്നത് ജഡ്ജിയാണെന്നും കേരള ബാങ്കിന്റെ കാര്യങ്ങൾ നോക്കുന്ന ഇദ്ദേഹം ശ്രമിച്ചാൽ വായ്പാ തുക കിട്ടാക്കടമായി എഴുതിത്തള്ളുമെന്നും ഷിജു പറഞ്ഞു വിശ്വസിപ്പിച്ചു. തുടർന്ന് പരാതിക്കാരി ഹോട്ടലിന് മുന്നിലെത്തിയപ്പോൾ കാറിൽ ഡ്രൈവറും ജഡ്ജിയെന്ന് പറഞ്ഞ ആളുമാണ് ഉണ്ടായിരുന്നത്. വായ്പ എഴുതിത്തള്ളുന്നത് എളുപ്പമാണെന്ന് പറഞ്ഞ ഇവർ ഇതിനായി 1.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഇതും പിന്നീട് ആവശ്യപ്പെട്ടതനുസരിച്ച് ജൂലൈയിൽ 3 തവണകളായി 4.5 ലക്ഷം രൂപയും നൽകി വഞ്ചിക്കപ്പെട്ടതാണെന്ന് വ്യക്തമായതോടെയാണ് ഇവർ പരാതി നൽകിയത്. അമ്മ സഹായിക്കാന്നൊക്കെ എൻ്റെ അമ്മയുടെ അടുത്ത് സഹായിക്കാന്ന് പറഞ്ഞു 4 തവണയായിട്ടാണ് വന്ന് ഇയാൾ പൈസ വാങ്ങിച്ചു. പിന്നീട് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് 3-4 മാസം കഴിഞ്ഞപ്പോഴാണ് പറ്റിപ്പാണ്, ചീറ്റിംഗ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് പെരുമ്പാവൂർ ചെല്ലണ സമയത്താണ് അറിയുന്നത് ഇയാൾ അവിടെ സബ് ജയിലിലാണെന്ന് അറിഞ്ഞു. ഇതേപോലെ വേറെ ആളിനെ ചീറ്റ് ചെയ്തതിൽ സബ് ജയിലിലാണെന്ന് അറിയണം. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നിന്നാണ് പ്രതികളെയും കൃത്യത്തിനുപയോഗിച്ച വാഹനവും പിടികൂടിയത്. പരിശോധനയിലും ചോദ്യം ചെയ്യലിലും ജഡ്ജി എന്ന് പറഞ്ഞയാൾ 10ാം ക്ലാസ് തോറ്റ ആളാണെന്ന് ബോധ്യമായി. ഇവരുടെ ലാപ്ടോപ്പിൽ നിന്നും ശബരിമലയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലിക്ക് ദേവസ്വം ബോർഡ് നൽകുന്ന വ്യാജ നിയമന ഉത്തരവുകളും UPSCയുടെ നിരവധി ഇന്റർവ്യൂ ലെറ്ററുകളും കണ്ടെത്തിയിട്ടുണ്ട്. പല സ്ഥലത്തും മാറി മാറി താമസിച്ച ഫോൺ നമ്പറുകളും മാറ്റി ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ്. ഇവരിൽ നിന്ന് 7 മൊബൈൽ ഫോണുകളും തട്ടിപ്പിനുപയോഗിച്ച വാഹനവും പണവും കണ്ടെത്തിയിട്ടുണ്ട്. ISHO ആസാദ് അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിലാണ് കേസന്വേഷണം. ജഡ്ജി ചമഞ്ഞ് വില കൂടിയ കാറുകളിലെത്തി തട്ടിപ്പ് നടത്തുന്ന ഒരു 2 അംഗ സംഘത്തിനെ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പത്രത്തിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെയും ഉദ്യോഗാർത്ഥികളെ പരസ്യം നൽകി ഉദ്യോഗ തട്ടിപ്പുകളും നിരവധി നടത്തിയതായിട്ട് അന്വേഷണത്തിൽ ബോധ്യമായിട്ടുണ്ട്. ഇവരെ പെരുമ്പാവൂരിൽ 2018 അറസ്റ്റായിട്ടുണ്ട്, 2014 കണ്ണൂർ അറസ്റ്റായിട്ടുണ്ട്. കൂടാതെ ഇടുക്കിയിലും ആലപ്പുഴയിലും കേസുള്ളതായിട്ട് അറിയുന്നുണ്ട്. ഇതിനെപ്പറ്റി വെരിഫൈ ചെയ്ത് വരുന്നു. കണ്ണൂർ, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ സമാനമായ തട്ടിപ്പുകൾ നടത്തിയതിന് പ്രതികൾക്കെതിരെ കേസുള്ളതായും പോലീസ് അറിയിച്ചു. News 18 ആറ്റിങ്ങൽ.